ന്യൂട്ടൺ ആണ്. ഓക്കെ, ഒരു 2 ന്യൂട്ടൺ. ഇതൊരു അതായത് ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇതിലൊരു 2 ന്യൂട്ടൺ ഇങ്ങോട്ട് ആക്ട് ആവുന്നുണ്ട്, ഇതൊരു 3 ന്യൂട്ടൺ ആക്ട് ആവുന്നുണ്ട്, അതേപോലെ ഇതൊരു 6 ന്യൂട്ടൺ, ഇതൊരു 5 ന്യൂട്ടൺ. ഓക്കെ, അതേപോലെ ഇതൊരു 8 ന്യൂട്ടൺ, ഇതൊരു 4 ന്യൂട്ടൺ, ഇതൊരു 3 ന്യൂട്ടൺ, ഒരു 7 ന്യൂട്ടൺ, 9 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ട് 30 ഡിഗ്രി, 40 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി. ഓക്കെ, അപ്പം ഇവിടെ ഒരു ആംഗിൾ കൊടുക്കണ്ട, ഇവിടെ ഒരു ആംഗിൾ ഇങ്ങനെ കിടക്കണം, 1 2 എന്ന് കിടക്കാം. ഈ ആംഗിൾ തന്നിട്ടില്ലെന്ന് വിചാരിക്കുക. ഇത് തന്നിട്ട് ഓക്കെ, അതിന് പകരം ഇങ്ങനെയാണ് തന്നേക്കുന്നത് ആംഗിൾ. ഓക്കെ ഓക്കെ, ഇങ്ങനെ തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിഗ്മ എച്ചും സിഗ്മ വിയും കണ്ടുപിടിക്കുക. സിഗ്മ എച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ 2, ഇത് ഇവിടെ 1ഉം ഇവിടെ 2 ആണ്. അപ്പൊ ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ ആയിരിക്കും. ഇവിടെ തീറ്റ എങ്ങനെയുണ്ട്? ടാൻ തീറ്റ ഈക്വൽ ടു എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അങ്ങനെ തീറ്റ ഈക്വൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ഹാഫ് എന്നിടും. ഓക്കെ, അതാണ് ഇവിടുത്തെ തീറ്റ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ എങ്ങനെ എഴുതാം? -2 കോസ് തീറ്റ -2 സൈൻ തീറ്റ. ശരിയല്ലേ? ഈ രണ്ടാമത്തെ എടുക്കാം, 2 എടുക്കുകയാണെങ്കിൽ. അടുത്ത 8 എടുക്കുകയാണെങ്കിൽ -8. അടുത്ത ഇതെടുക്കുകയാണെങ്കിൽ താഴോട്ടും ഇങ്ങോട്ടും, അതായത് താഴോട്ട് എന്താണ്? -3 കോസ് 40. ഇതെന്താണ്? +3 സൈൻ 40. അടുത്ത എടുക്കുകയാണെങ്കിൽ +4, ഹൊറിസോണ്ടല് +4. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് 6 എടുക്കുകയാണെങ്കിലോ ഹൊറിസോണ്ടലില് +6 കോസ് 50. കോസ് 50 ആംഗിൾ ആക്സ് ആയിട്ടുണ്ട്. ഇത് +6 സൈൻ 50. അടുത്ത ഇതെടുക്കുകയാണെങ്കിൽ വെർട്ടിക്കല് +9. അടുത്ത ഇതെടുക്കുകയാണെങ്കിലോ വെർട്ടിക്കലില് +5 കോസ് 60. ഓക്കെ, ഇത് ഹൊറിസോണ്ടലില് -5 സൈൻ 60. ഓക്കെ, പിന്നെ ഹൊറിസോണ്ടൽ ഒരു -3 ഇവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ കാൽക്കുലേറ്റർ അടിക്കുക, ഇത് കാൽക്കുലേറ്റ് എടുക്കുക. റിസൾട്ട് R=√σh² + σv². ഓക്കെ, ടാൻ തീറ്റ ഈക്വൽ എന്താണ് ഫോർമുല? തീറ്റ ഈക്വൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച്. അപ്പൊ അതിൽ നിന്ന് തീറ്റ കിട്ടും. തീറ്റ കിട്ടിയ സിഗ്മ എച്ചും സിഗ്മ വിയും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണോ നോക്കിയിട്ട് അതിന്റെ